വനാവകാശം ലഭിക്കാതായതോടെ ഗോത്ര ഉന്നതികളിലേക്കുള്ള റോഡ് നവീകരണം പ്രതിസന്ധിയിൽ. നൂൽപ്പുഴ പഞ്ചായത്തിലെ 9 റോഡുകളുടെ നവീകരണത്തിന് വനംവകുപ്പിൽ നിന്ന് അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. 2024-25 വർഷത്തിൽ ഫണ്ട് വകയിരുത്തിയ പദ്ധതികളാണ് വനാവകാശം ലഭിക്കാത്തതിനാൽ നഷ്ടപ്പെടുന്നതിലേക്ക് നീങ്ങുന്നത്. വനംവകുപ്പ് അനുമതി നൽകിയില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗോത്രജനത വസിക്കുന്ന പഞ്ചായത്തായ നൂൽപ്പുഴയിലാണ് റോഡ് നവീകരണം പ്രതിസന്ധിയായി തുടരുന്നത്. പഞ്ചായത്തിലെ 9 റോഡുകൾക്ക് ഫണ്ട് വകയിരുത്തിയെങ്കിലും വനം വകുപ്പ് അനുമതി നൽകാത്തതിനാൽ പദ്ധതി തുക നഷ്ടപ്പെടുന്ന ഘട്ടത്തിലാണ്. കാളിച്ചിറ ഉന്നതി റോഡ്, ഓടപ്പള്ളം കുറുമ ഉന്നതി, അളിപ്പുറം മന്മഥൻപാളി, പണപ്പാടി, ഇല്ലിച്ചുടവ് പിലാക്കാവ്, അളിപ്പുറം ചാടകപ്പുര, കാളക്കണ്ടി നായ്ക്ക നഗർ, അനക്യാമ്പ്, കോട്ടൂർ കായപ്പുര എന്നീ ഉന്നതികളിലേക്കുള്ള റോഡുകൾക്കാണ് വനാവകാശം ലഭിക്കാത്തത്. മുൻപ് വനാവകാശം ഉണ്ടായിരുന്ന റോഡുകൾ കൂടിയാണിത്. മൺപാതയായും മെറ്റൽ പതിച്ചും വർഷങ്ങളായി കിടക്കുന്ന ഈ റോഡുകളുടെ നവീകരണത്തിനായി 65 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷം അനുവദിച്ചത്. തുടർന്ന് അനുമതിക്കായി വനംവകുപ്പിനെ സമീപിച്ചപ്പോൾ വനംവകുപ്പിന്റെ പരിവേഷ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇതുപ്രകാരം രജിസ്റ്റർ ചെയ്ത് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ റോഡുകൾ പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ഇതുവരെ അനുമതി നൽകാൻ തയ്യാറായിട്ടില്ല. 2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9ഓളം പ്രവൃത്തികളാണ് ST ഉന്നതികളിലേക്ക് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിന് എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളെല്ലാം തയ്യാറാക്കി നമുക്ക് വനാവകാശത്തിന് ലഭിക്കുന്നതിന് വേണ്ടി DFO ഓഫീസിൽ നമ്മൾ ഇതിൻ്റെ രേഖകളെല്ലാം സമർപ്പിച്ചപ്പോൾ പരിവേഷ് പോർട്ടൽ മുഖാന്തരം ഇത് ലഭ്യമാക്കണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ രേഖകളെല്ലാം തന്നെ പരിവേഷ് പോർട്ടലിലൂടെ നമ്മൾ കൊടുക്കുകയും DFO അടക്കം വന്ന് പരിശോധിച്ച ശേഷം നാളിതുവരെയായിട്ട് ഇതിന് വനാവകാശം ലഭിക്കുന്നതിന് വേണ്ട ഒരു നടപടിയും അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാധാരണ നിലയിൽ വലിയ തുകയുടെ പദ്ധതികൾക്കാണ് പരിവേഷ് പോർട്ട് മുഖാന്തരം രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ ചെറിയ തുകകളുടെ പദ്ധതിക്കായി വനംവകുപ്പിന്റെ കടുംപിടുത്തം കാരണം അടിസ്ഥാന ജനജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പ്രതിസന്ധിയിലാകുകയാണ്. അനുമതി നൽകുന്നത് വൈകിയാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെയും തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.